ആഴ്ചയിൽ ദൈവസഭ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയം പണിയപ്പെടേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. പഴയ നിയമത്തിൽ ഒരു കെട്ടിടമായിരുന്നു ദൈവത്തിന്റെ ആലയമെങ്കിൽ ഇന്ന് വ്യക്തികളാണ്, വ്യക്തികളുടെ കൂട്ടം ആണ് ദൈവത്തിന്റെ ആലയം. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടെ അതുമായിട്ട് ചേർന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, ദൈവത്തിന്റെ ആലയം പണിയുന്നത് ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കണം, നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ടാവരുത്. ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തിന് സമർപ്പിക്കുന്നവരെ കൊണ്ടേ ദൈവം ദൈവത്തിന്റെ പണി ചെയ്യത്തുള്ളൂ. നമ്മുടെ ബുദ്ധികൾ മാറ്റിവെച്ച് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും നമ്മുടെ ഐഡിയകളും നമ്മുടെ പാരമ്പര്യങ്ങളും മാറ്റി ദൈവത്തിന്റെ വഴി മനസ്സിലാക്കുന്നവരെ കൊണ്ടാണ് ദൈവം ദൈവത്തിന്റെ പണി ചെയ്യുന്നത്. ദൈവവചനപ്രകാരം ചെയ്യുന്ന, ദൈവത്തിന്റെ വചനപ്രകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ദൈവവചനപ്രകാരമുള്ള ആലയത്തിൽ മാത്രമേ ദൈവത്തിന്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ. മോശ ദൈവം കൽപ്പിച്ചതുപോലെ, യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തപ്പോൾ ദൈവത്തിന്റെ ഗ്ലോറി ആ ടാബർനാക്കിളിൽ വെളിപ്പെട്ടു. ദാവീദ് ദൈവഹിത പ്രകാരമല്ലാതെ സ്വന്തം ബുദ്ധിയിൽ ഇല്ലെങ്കിൽ ലോകത്തിന്റെ വഴിയിൽ കൂടി കാര്യം ചെയ്തപ്പോൾ ദൈവം അവിടെ ദൈവത്തിന്റെ ശിക്ഷ അയച്ചു. ദാവീദ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ദൈവഹിത പ്രകാരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവത്തിന്റെ മാതൃക സോളമനെ ഏൽപ്പിച്ചു. സോളമൻ അത് ചെയ്തപ്പോൾ അവിടെയും ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെട്ടു. ഇവർക്കെല്ലാം ദൈവത്തിന്റെ മാതൃക വ്യക്തമായിരുന്നു. മോശയ്ക്ക് ദൈവം തന്റെ വിരലുകൊണ്ട് എഴുതി കൊടുത്തു ദൈവത്തിന്റെ മാതൃക. ദാവീദിന് ദൈവം തന്റെ വിരലുകൊണ്ട് ദൈവത്തിന്റെ മാതൃക എഴുതി കൊടുത്തു. ഇതൊക്കെ ചുമ്മാ വഴിയെ പോകുന്നവരെ പിടിച്ചേൽപ്പിക്കുകയായിരുന്നില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഹൃദയത്തിൽ ആഗ്രഹമുള്ള വ്യക്തികൾക്കാണ് ദൈവം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ശൗലിന് ദൈവം ഒന്നും വെളിപ്പെടുത്തി കൊടുത്തില്ല, കാരണം ശൗലിന് അതിന് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ദാവീദിന്റെ ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു, യഹോവയുടെ പെട്ടകം ഇവിടെ പുറത്തു കടക്കുന്നു, ഞാനോ അരമനകളിൽ വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തെപ്പറ്റി യഥാർത്ഥത്തിൽ ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടണമെന്നും ദൈവരാജ്യം പണിയപ്പെടണമെന്നും ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു കൂട്ടം ഉണ്ടാവണമെന്നും ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്ന വ്യക്തികളെ കൊണ്ട് ദൈവം ദൈവത്തിന് പണി ചെയ്യിക്കും. അല്ലാത്തവർക്ക് ഒരു കൂട്ടത്തിൽ പാട്ടും പാടി പോകാമെന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യം, അത് എത്ര വലുതാണെന്നുള്ളതോ എത്ര മനോഹരമാണോ എന്നുള്ളതല്ല വിഷയം, ദൈവവചനപ്രകാരമാണോ എന്നുള്ളത് മാത്രമാണ് വിഷയം. അല്ലെ, നമ്മള് മോശയുടെ ടാബർനാക്കിൾ കണ്ടു കഴിഞ്ഞാൽ അത്ര വലുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു കൂടാരമായിരുന്നു. എന്നാൽ ശലോമോന്റെ ദേവാലയം വളരെ മനോഹരമായ പണിയായിരുന്നു. പക്ഷെ മനോഹരമാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല, ദൈവവചനപ്രകാരമാണോ എന്നുള്ളത് മാത്രമാണ് ദൈവം നോക്കുന്നത്. വലിപ്പത്തിൽ വലിയ കാര്യമൊന്നുമില്ല. യേശുക്രിസ്തുവിന്റെ കാലത്തെ വളരെ മനോഹരമായിട്ടുള്ള ദേവാലയമായിരുന്നു. യേശുക്രിസ്തു എന്റെ അടുത്ത് ശിഷ്യന്മാർ കാണിക്കുകയാണ് എത്ര മനോഹരമായ പണിയെന്ന് പറയാണ്. പക്ഷെ അവിടെ ദൈവത്തിന്റെ മഹത്വം ആ ദേവാലയത്തിലായിരുന്നില്ല ഉണ്ടായിരുന്നു. അന്നേരം ദൈവത്തിന്റെ വചനപ്രകാരം വലിപ്പം ഒരു വലിയ വിഷയമല്ല. ദൈവവചനപ്രകാരമാണോ, യഥാർത്ഥത്തിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സേവിക്കുന്നവരാണോ എന്നുള്ളത് മാത്രമാണ് ദൈവം നോക്കുന്നത്. ദൈവസഭ ബിൽഡ് ചെയ്യാനായിട്ട് കർത്താവ് ആദ്യമായിട്ട് പറഞ്ഞപ്പോഴും വലിയ കൂട്ടമൊന്നും പറഞ്ഞില്ല. എത്ര പേരുടെ കാര്യം പറഞ്ഞേ? 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവർ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിനെ പ്രതി യഥാർത്ഥത്തിൽ പൂർണ്ണ ഹൃദയത്തോടു കൂടി വരുന്ന 2 പേർ കൂടിയാൽ ദൈവസഭയായി. 3 പേരായാലും നല്ല കാര്യം. അത്രയുമായി, അതാണ് മിനിമം സംഖ്യ. അതേസമയം ദൈവഹിതപ്രകാരമല്ലാതെ, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സേവിക്കാൻ ആഗ്രഹമില്ലാതെ, ദൈവവചനപ്രകാരം പൂർണ്ണ ഹൃദയത്തോടുകൂടി നിൽക്കണമെന്ന് ആഗ്രഹമില്ലാത്ത 100 പേരെ കൊണ്ട് ദൈവം സഭ പണിയത്തില്ല. അത് വെറും കൂട്ടങ്ങൾ മാത്രമായിരിക്കും. പക്ഷെ 2 പേരോ 3 പേരോ ഉണ്ടെങ്കിൽ, ഇനി ആ 100 പേരുടെ കൂട്ടത്തിലും 2 പേരോ 3 പേരെ കൊണ്ട് ദൈവം സഭ പണിയത്തുള്ളൂ. കാരണം ദൈവം നോക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടുകൂടി തന്നെ സേവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദിനവൃത്താന്തത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൂടെ ആനന്ദീളം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്നേരം ഞാൻ പറഞ്ഞത്, ദൈവം ഒരിക്കലും, നമ്മൾ ദൈവസഭയുടെ ഇല്ലെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും ചരിത്രവും വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ദൈവത്തിന്റെ പണി ഒരു വലിയ കൂട്ടത്തെ കൊണ്ടല്ല ചെയ്തിട്ടുള്ളത്. ഒരിടത്തും ഒരു 100 കോംപ്രമൈസേഴ്സിനേക്കാൾ കൂടുതൽ ദൈവത്തിന് ഒരൊറ്റ വ്യക്തി മതി, ഇല്ലേ 2 പേര് മതി. അത്രയും പേരും കൊണ്ടൊക്കെ ദൈവം ദൈവത്തിന്റെ പണി ചെയ്യാനായിട്ട് കഴിയും. കാരണം ദൈവത്തിന്റെ കരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ദൈവത്തിന് വെളിപ്പെടുത്തണം. അതുകൊണ്ടാണ് സെരുബ്ബാബേലിന്റെ അടുത്ത് പറഞ്ഞത്, സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല,
എന്റെ ആത്മാവിനല്ല. അന്നേരം ദൈവം നോക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ചുരുക്കം നമ്പർ കൊണ്ട് ദൈവത്തിന് പണി ചെയ്യാൻ കഴിയും. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സേവിക്കാൻ ആഗ്രഹിക്കാത്ത കോംപ്രമൈസേഴ്സ് ആയിട്ടുള്ള അനേകരെ കൊണ്ട് ദൈവത്തിന്റെ പണി നടക്കത്തില്ല. അവിടെ ആൾക്കൂട്ടം മാത്രമേ നടത്തുള്ളൂ. നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നോഹ എത്ര വർഷം പ്രസംഗിച്ചു എന്നറിയാമോ? നീതി പ്രസംഗം എത്ര വർഷം? 120 വർഷം അല്ലേ? എത്ര പേര് രക്ഷിക്കപ്പെട്ടു? 12 പേര്. എത്ര പേരാ? 8 പേര്. 120 വർഷം ഒരു മനുഷ്യൻ പ്രസംഗിച്ചിട്ട് 8 പേര് രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സക്സസ്ഫുൾ മിനിസ്ട്രി ആണോ അതോ ഒരു ഫെയിലിയർ ആണോ? ലോകപ്രകാരം ഫെയിലിയർ ആണ്. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടി പ്രകാരം 8 പേരെങ്കിലും 8 പേര് അത് മതി. 120 വർഷം പ്രസംഗിച്ചിട്ട് 8 പേരെ രക്ഷിക്കപ്പെട്ടുള്ളതെങ്കിലും യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട 8 പേരെ കൊണ്ട് ദൈവം ബാക്കി കാര്യങ്ങളെ ചെയ്തു. ആ പെട്ടകം എത്ര പേരാ പണിത്? ഇത്രയും പേരേ ഉള്ളൂ പണിതത് അല്ലേ? ബാക്കിയുള്ളവരെല്ലാം എല്ലാവരും പണിതായിട്ടൊന്നും കാണുന്നില്ല. 8 പേരെ കൊണ്ട് ദൈവം ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പണി ചെയ്തു. എത്ര പേരാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത്? എത്ര? 6 ലക്ഷം പേർ. എത്ര പേരെ കൊണ്ടാ ദൈവം അത്രയും പേരെ പുറപ്പെടുവിച്ച്? ഒറ്റ മനുഷ്യനെ കൊണ്ട്. അതും അവന്റെ ശക്തിയെ കൊണ്ടല്ല. അവന്റെ വടി കൊടുത്തിട്ട് ദൈവം പറയാണ്, ഈ വടിയും കൊണ്ട് നീ മിസ്രൈമിൽ നിന്ന് ആൾക്കാരെ പുറപ്പെടുവിക്കും. ആ വടി ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസിനെ കാണിക്കും. ഞാൻ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. അതിൽ എത്ര പേര് കനാലിൽ കയറി പുറപ്പെട്ടവരിൽ? 2 പേര്. 2 പേരിൽ അവരെ കൊണ്ട് തന്നെ, അതിലൊരാളെ കൊണ്ട് തന്നെ ദൈവം ജോർദാനെയും ഉപയോഗിച്ച് അവരെ അകത്തേറ്റി. 2 പേരെ കൊണ്ട്, ഇല്ലെങ്കിൽ ഒരാളെ കൊണ്ട് അല്ലേ? ഗിദെയോൻ എത്ര പേരെ കൊണ്ടാണ് ആദ്യം യുദ്ധത്തിന് പുറപ്പെട്ടത്? നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് വാക്യങ്ങളിലേക്ക് തന്നെ പോകാം. എത്ര? 32. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 7-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇവിടെ പറയാണ് ഈ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് പുറപ്പെടുന്നത് അല്ലേ? ഒരു പിക്നിക്കിന് വേണ്ടിയിട്ടൊന്നും അല്ല പുറപ്പെടുന്നത്. 30,000 പേരെയും കൊണ്ട് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് പുറപ്പെടുന്നത്. നേരെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഒരു വലിയ കൂട്ടം ആൾക്കാർ അങ്ങ് കൂടെ പോകും. ഞങ്ങളും കൂടെ യുദ്ധത്തിന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. നേരെ അവിടെ അവരുടെ ദൈവം ആദ്യം തന്നെ പറയാണ്, ഇത്രയും ആൾക്കൂട്ടമൊന്നും വേണ്ട. ഇവിടെ നമ്മൾ പോകുന്ന ഒരു പിക്നിക്കിനോ ഒന്നും അല്ല പോകുന്നത്, ഒരു റിയൽ ഫൈറ്റിന് വേണ്ടി പോവാണ്. അതുകൊണ്ടാണ് ആദ്യമേ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. എന്താണ്? ഭയവും ഭീരുത്വവും ഉള്ളവരൊക്കെ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോകട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് പ്രസിദ്ധപ്പെടുത്താൻ പറഞ്ഞു. ആർക്കൊക്കെ പോണം? അവർക്കെല്ലാം തിരിച്ചു പൊക്കോ, ആരെയും നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊരു റിയൽ ഫൈറ്റിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പോകുന്നത്. എത്ര പേര് പോയി? കേട്ടപാട് എത്ര പേരാ തിരിച്ചു സ്ഥലം വിട്ടത്? 20,000 പേര് ഓൺ ദ സ്പോട്ടിൽ സ്ഥലം വിട്ടു അല്ലേ? നേരെ അവരെന്തിനാ വന്നേ? ഒരു യുദ്ധം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ വന്നത്. അന്നേരം കാര്യം മനസ്സിലായപ്പോ ഇവര് 20,000 പേര് അപ്പോഴേ പോയി. അന്നേരം ഞാൻ പറയുന്നത് നമ്മൾ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഒരു ജോളി ലൈഫല്ല. അതിനു വേണ്ടിയിട്ടല്ല നമ്മുടെ പാട്ടും പാടി സന്തോഷത്തോടു കൂടി പോകുന്നൊരു ലൈഫിന് വേണ്ടിയിട്ടല്ല വിളിച്ചത് ദൈവം നമ്മളെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിക്കായിരുന്നു, മഴയൊക്കെ അല്ലേ, പ്രയർ മീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ സഹോദരനോട് പറഞ്ഞു, മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും പ്രയർ മീറ്റിംഗുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞു. നമ്മൾ പാട്ട് പാടുന്ന പാട്ടൊക്കെ എന്താണെന്നറിയോ? ജീവൻ വെച്ചിടും ഞാൻ, രക്ഷകനായി യുദ്ധം ചെയ്യും ഞാൻ, യേശുവിനായെന്ന് പറയും. ഒരു ഇടിവെട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുകയും ചെയ്യും. ഇതിലൊന്നും വലിയ കാര്യമില്ല. അന്നേരം ദൈവം പറയാണ്, ഇങ്ങനത്തെ ബൈബിളിലൊരു വാക്യമുണ്ട്, കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇങ്ങനത്തെ സില്ലി കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കുകയും ഞാൻ പറഞ്ഞത് കാര്യമായിട്ടുള്ള കാര്യങ്ങളോടുകൂടി മീറ്റിങ്ങിന് വരാത്തവരുണ്ട്. അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ സീരിയസ് ആണോ അല്ലയോ എന്നുള്ളത് ദൈവം നോക്കുന്നു. സീരിയസ് ആയിട്ടുള്ളവരെ കൊണ്ട് മാത്രമേ ദൈവത്തിന്റെ പണി മുമ്പോട്ട് പോകത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിയോ ഒക്കത്തുള്ളൂ. പൂർണ്ണ ഹൃദയത്തോടുകൂടി അല്ലാത്ത ഒരൊറ്റ വ്യക്തിയെ കൊണ്ട് ദൈവത്തിന്റെ പണി ദൈവം ചെയ്യുകയില്ല. ഒരിടത്തും ദൈവം അത് ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ ആൾക്കൂട്ടത്തിന് ആവശ്യമില്ല. ദൈവത്തിന്റെ പണി നടത്താൻ ദൈവത്തിന് വളരെ ചുരുക്കം ആൾക്കാരെ ആവശ്യമുള്ളൂ. പൂർണ്ണ ഹൃദയത്തോടെ ദൈവം പറയാണ്, ഒരു ഓപ്ഷൻ പറയാണ്, തിരിച്ചു വിട്ടു പൊക്കോളാൻ പറയാണ്. ആർക്കൊക്കെ വീട്ടിൽ പോണോ, ആർക്കൊക്കെ പോണോ, എല്ലാവരും പൊക്കോളാൻ പറഞ്ഞു. അത് കേട്ട വാതി കേൾക്കാത്ത വാതി 20,000 പേര് അപ്പോഴേ സ്ഥലം വിട്ടു. പിന്നെയും ബാക്കി സൂക്ഷിച്ചു. പിന്നെയും 10,000 പേര് സൂക്ഷിച്ചു. അന്നേരം
യഹോവ പിന്നെയും ഗിദെയോനോട്, 4-ാമത്തെ വാക്യം, അവിടെ പറയാണ്, രണ്ടാമത് പറയാണ്, പിന്നെയും 10,000 പേര് ഈ വാക്ക് കേട്ട് പിന്നെയും മുമ്പോട്ട് വന്നു. അവിടെ പറയാണ്, അവരെ ഞാൻ ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്വന്തം വിഷത്തോടുകൂടി യുദ്ധത്തിന് വന്നവരാണ്. അവരുടെ പറയാണ്, അവരെ ഞാൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്? യഹോവ പിന്നെ ഇനിയും ഇതുവരും അധികം പേരാണ്, അവർ വെള്ളത്തിലേക്ക് കൊണ്ടുപോകും, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ദൈവം ഒരു ടെസ്റ്റോട് നടത്തി. എന്താ ടെസ്റ്റ് എന്നറിയാമോ? ഇവർ നിന്നോടുകൂടി പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവർ പോരട്ടെ, ഇവർ നിന്നോടുകൂടി പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവർ പോരണ്ട. അന്നേരം ദൈവത്തിന്റെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള വിളിയിൽ ദൈവമാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരാൾക്ക് ചാടിക്കേറിയൊന്നും പോകാനായിട്ടൊക്കത്തില്ല. ചാടിക്കേറി പോകുന്നവരെയും ദൈവം ടെസ്റ്റ് ചെയ്യും. ദൈവം ടെസ്റ്റ് ചെയ്തിട്ട് പറയാണ്, ആ ടെസ്റ്റിൽ യഥാർത്ഥത്തിൽ ഞാൻ കൽപ്പിക്കും ആരൊക്കെ നിന്റെ കൂടെ പോരണമെന്നുള്ളത്. ആ ടെസ്റ്റ് എന്താണ്? താഴോട്ട് വരുമ്പോൾ, അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെയൊക്കെയും വേറെയും, കുടിക്കാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെയും വേറെ നിർത്താന്ന് പറഞ്ഞാൽ, പട്ടി നക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ വെള്ളം എടുത്തിട്ട് നക്കി കുടിക്കുന്നതിന്റെ കാര്യമാണ് പറയുന്നത്. അടുത്ത വാക്യം വായിച്ചാൽ മനസ്സിലാവും. വേറൊരു കൂട്ടരുണ്ട്, വെള്ളം കണ്ടപ്പോഴേ കമന്നു വീണ് കുടിക്കുന്നവർ. എന്നിട്ട് ദൈവം പറയാണ്, ഒരു ടെസ്റ്റ് നടത്താൻ പോവാണ്. എത്ര പേരാണ് റിയൽ ആയിട്ട് യുദ്ധത്തിന് താല്പര്യമുള്ളവർ, അവരുടെ മനസ്സ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരും ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ഇടപെടും. അവരെങ്ങനെ ഇടപെടുന്നേ? അവർ ഒരു കയ്യിൽ എത്രമാത്രം വെള്ളം കിട്ടും? ഒരു കയ്യിൽ ഇത്രയും വെള്ളം കിട്ടത്തുള്ളൂ. അന്നേരം അത്ര മാത്രം ഇതിൽ ഇടപെട്ടിട്ട് അവര് ശരിക്കും യുദ്ധത്തിന് റെഡിയായിട്ടുള്ളവരെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അന്നേരം എന്ത് ചെയ്തു? എത്ര പേരാ അങ്ങനെ കയ്യിലെടുത്തിട്ട് പെട്ടെന്ന് വെള്ളം കുടിച്ചവർ? 300 പേർ. ബാക്കിയുള്ളവരെന്ത് ചെയ്തു? ബാക്കിയുള്ളവരെല്ലാം കവന്നു വീണു. നേരെ ദൈവം അടുത്ത ടെസ്റ്റ് ചെയ്യാണ്. എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെയും കൊണ്ടൊന്നും ദൈവത്തിന് പണി നടത്താവത്തില്ല. ദൈവം പറയാണ്, പിന്നെയും ടെസ്റ്റ് ചെയ്യാൻ പറയാണ്. ഈ ലോകത്തിലെ കാര്യങ്ങളുടെ മുമ്പിൽ നമ്മളെ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ കവണ്ണു വീഴുന്നവരാണോ, അതോ അതിനെ മിനിമം ദൈവരാജ്യം എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റിയും ബാക്കി കാര്യങ്ങൾ ലോകത്തിൽ യൂസ് ചെയ്യാനുള്ളതാണ് എന്നുള്ള ബോധ്യമുള്ളവരെ കൊണ്ട് ദൈവം പണി ചെയ്യത്തുള്ളൂ. തിരിച്ചല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗും ഉണ്ട്, ആദ്യം എന്താണ് പാട്ടൊക്കെ പാടും ഇങ്ങനെയൊക്കെ. പക്ഷേ എന്താണ്, മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലോകത്തിലാണ്. എല്ലാ കാര്യങ്ങളുടെയും ഡിസിഷന്റെ പുറകിലത്തെ ഡിസിഷൻ പോയിന്റ് ആരാണ്? ദൈവമാണോ അതോ ഈ ലോകമാണോ നിയന്ത്രിക്കുന്നത്? ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളെ യഥാർത്ഥത്തിൽ അതിനെ ഡയറക്ട് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ദൈവം ഇതൊക്കെ ടെസ്റ്റ് ചെയ്യും കേട്ടോ. ഇതൊന്നും ടെസ്റ്റ് ചെയ്യാതെ ദൈവം യുദ്ധത്തിന് വിടത്തൊന്നുമില്ല. ഇവിടെ പറയാണ്, ദൈവം പറയാണ്, ആ വെള്ളം കയ്യിലെടുത്തിട്ട് കുടിക്കുന്നവരെ മാറ്റിയെടുത്താൻ പറഞ്ഞു, കവണ്ണ് വീണവരെ എല്ലാം മാറ്റിയാക്കാൻ പറഞ്ഞു, ഒരു പൊക്കോളം പറഞ്ഞു, സ്ഥലം വിട്ടോളം പറഞ്ഞു. അങ്ങനെ എത്ര പേര് ശേഷിച്ചു? 300 പേര് ശേഷിച്ചു. യഹോവ ഗിദെയോനോട്, നക്കിക്കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കും, ശേഷം ജനമൊക്കെയും സ്ഥാങ്കാന്തങ്ങളുടെ സ്ഥലത്തിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. അന്നേരം ദൈവം ഈ ഓപ്ഷൻ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോടുകൂടി അല്ലാത്ത കൂട്ടത്തെ കൊണ്ടല്ല ദൈവം പണിയത്. ദൈവത്തിന്റെ വേല ദൈവം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കൊണ്ട് മാത്രമേ നടത്തത്തുള്ളൂ. ബാക്കിയുള്ളവർക്കും കൂട്ടത്തിലെ പാട്ടുപാടാം, പക്ഷേ യഥാർത്ഥ ദൈവത്തിന്റെ പണിയിൽ അവർക്ക് താല്പര്യം, അവരെ കൊണ്ട് ദൈവം യൂസ് ചെയ്യത്തില്ല. ജെരമ്യാവ് എത്ര വർഷം പ്രസംഗിച്ചെന്നറിയാമോ? 40 വർഷം ജെരമ്യാവ് പ്രസംഗിച്ചു. എത്ര പേര് രക്ഷിക്കപ്പെട്ടു എന്നറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടില്ല എന്നാണ് നമ്മൾ വായിച്ചാൽ മനസ്സിലാവുന്നത്. കാരണം എങ്ങനെ അറിയാൻ കഴിയും? ദൈവം ജെരമ്യാവിന്റെ അടുത്ത് പറയാണ്, ഇടിവിൽ നിൽക്കാൻ ഞാൻ ഒരാളെ അന്വേഷിച്ചു, അയാളെ പോലും കണ്ട. 40 വർഷം പ്രസംഗിച്ചിട്ട് ഒരാൾ രക്ഷിക്കപ്പെടാതിരിക്കുന്നത് എന്ത് മിനിസ്ട്രിയാണ്? ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര പേര് രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതല്ല യഥാർത്ഥ വിഷയം. ദൈവം പറഞ്ഞ കാര്യം അതേപോലെ 40 വർഷം ജെരമ്യാവ് പ്രസംഗിച്ചു. എത്ര പേര് രക്ഷിക്കപ്പെട്ടു? ദൈവം ഒന്ന് നോക്കിക്കോളൂ. ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും അവരെ കൊണ്ട്, ഒരാളില്ലെങ്കിൽ പോലും ദൈവം പറഞ്ഞ കാര്യം അതേപോലെ ജെരമ്യാവ് പ്രസംഗിച്ചു. യേശുക്രിസ്തു 3.5 വർഷം ശുശ്രൂഷിച്ചു. എത്ര പേര് രക്ഷിക്കപ്പെട്ടു? 12 - 1 11 പേര്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം, നിങ്ങൾ ബാക്കിയുള്ള ചരിത്രം എടുത്തു വെച്ചു, ദൈവത്തിന്റെ ആലയത്തിന്റെ പണി തെരഞ്ഞെടുക്കുന്ന ആൾക്കാർ 2 രീതിയിലാണ്. ദൈവവചനപ്രകാരം തന്നെ ദൈവസഭ പണിയപ്പെടണമെന്നും അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത് എന്ന് ഹൃദയത്തിൽ ആഗ്രഹവും ദൈവാലയത്തെപ്പറ്റി കൺസേണും ഉള്ള വ്യക്തികളും അവരുടെ മനസ്സ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവരാജ്യത്തിൽ വെച്ച ചുരുക്കം
ചുരുക്കം ആൾക്കാരെ കൊണ്ട് ദൈവത്തിന്റെ പണി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. എല്ലായിടത്തും അങ്ങനെയുള്ള ചെറുകൂട്ടരെ കൊണ്ട് ദൈവത്തിന്റെ പണി മുമ്പോട്ട് കൊണ്ടുപോകും. ബാക്കിയുള്ളവരും കൂട്ടത്തിലുണ്ടാകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ചെറിയ കൂട്ടത്തെ ദൈവം ഡിസ്പേഴ്സ് ചെയ്യുന്നില്ല. ദൈവത്തിന്റെ പണി ഈ ചെറിയ ആൾക്കാരാണെങ്കിൽ പോലും ദൈവം അതിനെ ഡിസ്പേഴ്സ് ചെയ്യും. നമുക്കൊരു ചെറിയ ഒരു വാക്യം വായിക്കാം. സെഖര്യാവിന്റെ പ്രവചനം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചാണ്. സെഖര്യാ പ്രവചനം അതിന്റെ 4-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്നാൽ, സെരുബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? സർവ്വഭൂമിയിലും ഊടാടിച്ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട കണ്ട് സന്തോഷിക്കുന്നു. ഓക്കെ, ഈ സാഹചര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഹഗ്ഗായി പ്രവചനം കൂടെ വായിക്കണം. അവർ പ്രവാസത്തിലായിരുന്ന, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ബാക്കി കാര്യങ്ങളെ പറഞ്ഞു. ദേവാലയം തകർന്നു, ദൈവത്തിന്റെ ഗ്ലോറി ദേവാലയത്തെ വിട്ടുപോയി, ജനം പ്രവാസത്തിലേക്ക് പോയി, ദേവാലയം തകർക്കപ്പെട്ടു, ദേവാലയം ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസ പാത്രമായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ ദൈവം ചില ആൾക്കാരുടെ ഹൃദയത്തെ ഉണർത്തുകയാണ്. ദൈവം ചില ആൾക്കാരുടെ ഹൃദയത്തെയാണ് ഉണർത്തുന്നത് ദേവാലയം പണിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള 2 വ്യക്തികളായിരുന്നു ഹഗ്ഗായും സെരുബാബേലും. അവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യം, ദരിയാവേശ് രാജാവിന്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദ ദേശാധിപതിയായി ശേൽത്തിയേലിന്റെ മകനായ സെരുബാബേലിനും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയ്ക്കും ഉണ്ടായതെന്നാൽ, അന്നേരം ഹഗ്ഗായി മുഖാന്തരം ദൈവം സെരുബാബേലിന്റെ അടുത്തും യോശുവയുടെ അടുത്തും സംസാരിക്കുകയാണ്. അതിന്റെ 12-ാമത്തെ വാക്യം, അങ്ങനെ ശേൽത്തിയേലിന്റെ മകനായ സെരുബാബേലും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയും ജനത്തിൽ ശേഷിപ്പുള്ള എവരുമായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിനൊത്തവണ്ണം ഹഗ്ഗായി പ്രവാചകന്റെ വചനങ്ങളും കേട്ടനുസരിച്ചു. ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. ഇവിടെ പറയാണ്, ഇവർ എന്താണ്? ദൈവത്തിന്റെ വചനം കേട്ടനുസരിച്ചു, ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗ്ഗായി യഹോവയുടേതായ ജനത്തോട്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു. യഹൂദ ദേശാധിപതിയായ ശെയല്തീയേലിന്റെ മകനായ സെരുബാബേലിന്റെ മനസ്സും മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള എല്ലാവരുടെയും മനസ്സും ഉണർത്തി അവർ തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യും. അന്നേരം ദൈവം ചില ആൾക്കാരുടെ ഹൃദയത്തെ ഉണർത്തുകയാണ്. ദൈവത്തിന്റെ ആലയം പണിയണം എന്ന് ഹൃദയത്തിൽ ആഗ്രഹമുള്ളവരുടെ ഹൃദയത്തെ ദൈവം ഉയർത്തുകയാണ്. അവരുടെ അടുത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനയാണ് നമ്മൾ നേരത്തെ വായിച്ചത്. 3-ാമത്തെ 4-ാമത്തെ വാക്യം, നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ 2-ാമത്തെ അധ്യായത്തിന് 3-ാമത്തെ വാക്യം, നിങ്ങൾ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടു കണ്ടവരായി ആര് ശേഷിച്ചിരിക്കുന്നു? നേരം പറയുന്നത്, ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞ ഒരാലയം ഉണ്ടായിരുന്നു. അത് മോശയുടെ കാലത്തുണ്ടായിരുന്നു, അത് ശലോമോന്റെ കാലത്തുണ്ടായിരുന്നു. ആ മഹത്വം വിട്ടുമാറിപ്പോയിരിക്കുന്നു. ഇപ്പോൾ എന്തായിരിക്കുന്നത്? ഇപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഏതുമില്ലാത്തതായി തീർന്നു. അന്നേരം അവിടെ പറയാണ്, ഇപ്പോൾ സെരുബാബേലെ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്, മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയെ ധൈര്യപ്പെടുക, ജനത്തിലെ സകല ജനമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവെന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നേരം അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം പറയാണ്, ഐ ആം വിത്ത് യു. ദൈവത്തിന്റെ ആലയം പണിയാനായിട്ട് ദൈവം ഹൃദയം ഉണർത്തിയ ഒരു ശേഷിപ്പ് അവിടെ കൊണ്ടിരിക്കുന്ന ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന വലിയ പുരുഷാരമുണ്ടായിരുന്നു. എങ്കിലും ദൈവം കുറച്ചുപേരെ അതിൽ നിന്ന് ശേഷിപ്പിച്ചിട്ട് ദൈവത്തിന്റെ ആലയം പണിയാനായിട്ട് അവരുടെ ഹൃദയത്തെ ഉണർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരും ഫോഴ്സ് ചെയ്തതല്ല, ദൈവം അവരുടെ ഹൃദയത്തെ ഉണർത്തി. അവർ പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നു. അങ്ങനെ വന്ന സെരുബാബേലിന്റെ അടുത്ത് പറയുന്ന കാര്യമാണ് നമ്മൾ സെഖര്യാ പ്രവചനം 4-ാമത്തെ അധ്യായത്തിൽ വായിച്ചത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് 10-ാമത്തെ വാക്യം,
അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആര് തുച്ഛീകരിക്കുന്നു? ഇവിടെ പറയാണ്, ആരാണ് ഇതിനെ ഡിസ്പൈസ് ചെയ്യുന്നത്? ദൈവത്തിന്റെ പണി അല്പകാര്യങ്ങളുടെ ദിവസമാണ്. ഒരു ചെറിയ കൂട്ടമായിട്ട് അവർ വന്നിട്ട് ദൈവത്തിന്റെ ആലയം വീണ്ടും റീബിൽഡ് ചെയ്യുകയാണ്. അവർ പൂർണ്ണ ഹൃദയത്തോടുകൂടി, ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവർ വാള് അരയ്ക്ക് കെട്ടിക്കൊണ്ടാണ്, ആ പട്ടി നക്കി കുടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കൈ വെള്ളത്തിലെടുത്ത് കുടിച്ച ആ 300 പേരെ പോലെ കുറച്ചുപേർ എപ്പോഴും ദൈവാലയം പണിയുക എന്നുള്ള മനസ്സിൽ, ഹൃദയത്തിൽ ആ കാര്യം വെച്ചുകൊണ്ട് ബാക്കി ജോലി ചെയ്ത വ്യക്തികളെ കൊണ്ടാണ് ദൈവം പണിയുന്നത്. അങ്ങനെ സെരുബ്ബാബേലിനടുത്ത് പറയാണ്, ഈ അല്പകാര്യത്തിന്റെ ദിവസത്തെ ആര് തുച്ഛീകരിക്കുന്നു? ദൈവം പറയാണ്, ഐ വിൽ നോട്ട് ഡിസ്പൈസ്. ഈ ആൾക്കാരുടെ കൂട്ടം എത്ര പേരുണ്ടെന്നുള്ളത് ദൈവത്തിന്റെ വിഷയമല്ല. വലിയ കൂട്ടമാണോ ചെറിയ കൂട്ടമാണോ എന്നുള്ളതല്ല, അല്പകാര്യങ്ങളുടെ ദിവസമാണോ എന്നുള്ളതല്ല. ദൈവം പറയാണ്, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആര് തുച്ഛീകരിക്കുന്നു? ദൈവം പിന്നെ എന്താണ് നോക്കുന്നത്? ദൈവം നോക്കുന്ന ആ വ്യക്തിയുടെ കയ്യിൽ, സെരുബ്ബാബേലിന്റെ സർവ്വഭൂമിയിലും മുടാടി ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു എന്നാണ് പറയുന്നത്. അന്നേരം ദൈവം നോക്കുന്നത് ഒരു വ്യക്തി ദൈവഹിതപ്രകാരം ദൈവാലയം, ദൈവത്തിന്റെ പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആ തൂക്കുകട്ട എന്താണ്? തൂക്കുകട്ട ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡാണ് ആ തൂക്കുകട്ട, ദൈവവചനമാണ് ആ തൂക്കുകട്ട. അത് വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നുണ്ടോ എന്നുള്ള നോക്കിക്കൊണ്ട് ഒരു വ്യക്തി പണി ചെയ്യുമ്പോൾ ദൈവം പറയാണ്, അത് അല്പകാര്യമാണെന്ന് ആൾക്കാർക്ക് തോന്നുന്നു. ആൾക്കാർക്ക് പറയും, ഇതൊരു വലിയ കാര്യമേ അല്ല, ഇത്രയും കാര്യമായിട്ടൊക്കെ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇത്ര കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യമുണ്ടോ, ഇത് ആൾക്കാർ പുച്ഛിച്ചാലും ദൈവം പറയാണ്, ദൈവത്തിന്റെ കണ്ണ് ആ വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ടയിലായിട്ടാണ് നോക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ദൈവവചനത്തിന്റെ, ദൈവസഭ പണിയേണ്ടതിന്റെ സ്റ്റാൻഡേർഡ്? ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു, ദൈവത്തിന്റെ വചനമാണ് അടിസ്ഥാനം. ദൈവത്തിന്റെ വചനം ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ട് ആ മാതൃക ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം എഴുതി കൊടുക്കാത്തടത്തോളം കാലം ആ വ്യക്തിക്ക് ദൈവത്തിന്റെ ആലയം പണിയാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം, എഴുതപ്പെട്ട വചനമുണ്ട്, ദൈവത്തിന്റെ ജഡമായി തീർന്ന വചനവുമുണ്ട്. അന്നേരം എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ദൈവസഭ പണിയപ്പെടുമ്പോഴും എന്താണ് നമ്മുടെ മാതൃക? എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനവും ജഡമായി തീർന്ന യേശുക്രിസ്തു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ആരെ നോക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ആ വാക്യം ഒന്ന് വേണമെങ്കിൽ എടുത്തു വയ്ക്കുക. ഈ ഫെയ്ത്തിന്റെ അടിസ്ഥാനം, ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഇംഗ്ലീഷിലേക്ക് ഞാൻ എഴുതിയാമോ? ദ ഓതർ ആൻഡ് ദ പെർഫെക്റ്റർ ഓർ ഓതർ ആൻഡ് ദ ഫിനിഷർ ഓഫ് ദ ഫെയ്ത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം വിശ്വാസത്തിന്റെ തുടക്കക്കാരനും അതിനെ എഴുതി തീർക്കുന്നവനും ആരാണ്? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെയാണ് ഒരു വ്യക്തി നോക്കേണ്ടത്. അല്ലെങ്കിൽ എഴുതപ്പെട്ട ദൈവവചനവും യേശുക്രിസ്തുവുമാണ് ഒരു വ്യക്തിയുടെ സ്റ്റാൻഡേർഡ്. പ്ലംബ് ലൈൻ, ഞാൻ പറഞ്ഞത് സെരുബ്ബാബേലിന്റെ കയ്യിൽ ഒരു പ്ലംബ് ലൈൻ ഉണ്ടായിരുന്നു. ആ പ്ലംബ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറവ് കാണിച്ചു വരുന്നതാണ്. എന്താണ് ഒരു ദൈവസഭയുടെ കുറവ്, ഇല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കുറവ്? യഥാർത്ഥത്തിൽ ദൈവവചനപ്രകാരം ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ആരെയാണ് അവർ നോക്കേണ്ടത്? അവർ നോക്കേണ്ടത് എഴുതപ്പെട്ട ദൈവവചനവും ജഡമായി തീർന്ന യേശുക്രിസ്തുവിനെയാണ്. അതാണ് അവിടെ പ്ലംബിൽ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എല്ലാ ശുശ്രൂഷയും യേശുക്രിസ്തു അങ്ങനെയാണോ ചെയ്തത്? യേശുക്രിസ്തു അങ്ങനെയാണോ ഇപ്പോഴായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നത്? കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് തന്നെ അത് മനസ്സിലാക്കേണ്ട, പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുത്, എന്നിട്ട് പറയണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയണം. എല്ലാ കാര്യങ്ങളും ഞാൻ പറയട്ടെ, ഇത് സീരിയസ് ആയി ദൈവവചനം പഠിക്കുന്നവർക്ക് മാത്രം അത് പറയണം. യേശുക്രിസ്തു പ്രസംഗിക്കുകയായിരുന്നെങ്കിൽ എങ്ങനെ പ്രസംഗിക്കുമായിരുന്നു? യേശുക്രിസ്തു എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? ഞാൻ പറയട്ടെ, ഇത് നമുക്ക് ലോകത്തിൽ നിന്ന് ഒരുപാട് ഐഡിയകളുണ്ട്. യേശുക്രിസ്തു ആയിരുന്നു ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ചെയ്യുമായിരുന്നു? ദാവീദിനെ പറ്റി തെറ്റെന്താ? ദാവീദ് ഈ കാളവണ്ടിയിൽ ഇത് പട്ടം കയറ്റി വിട്ടതിന്റെ കാര്യം നിങ്ങൾക്കറിയാമോ? അറിയാമോ? എന്തുകൊണ്ടാണ് ദാവീദ് കാളവണ്ടി പട്ടം കയറ്റി വിട്ടത്? ലേവ്യര് ചുമക്കേണ്ട പെട്ടകം അറിയാമോ? അറിയത്തില്ല. അതിന് മുമ്പ് ചില ആൾക്കാർ അങ്ങനെ ചെയ്തു. ആരാ ചെയ്തതെന്ന് അറിയാമോ? ഫെലിസ്ത്യര് കാളവണ്ടി കയറ്റിയാ വിട്ടത്. ഫെലിസ്ത്യര് പെട്ടകം പിടിച്ചിട്ട് കൊണ്ടുപോയത് കാളവണ്ടി കയറ്റിയാണ്. അതേ മെത്തേഡാണ് ദാവീദും ചെയ്തത്. ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മളുടെ എല്ലാ ശുശ്രൂഷകളും എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുവന്ന ചില രീതികളുണ്ട്. അത് യേശുക്രിസ്തു അങ്ങനെയാണോ ചെയ്യുന്നത്? യേശുക്രിസ്തു അങ്ങനെ ചെയ്തിട്ടുണ്ടോ? യേശുക്രിസ്തു ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ?
അത് നമുക്ക് എന്താ നോക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് നമ്മുടെ മനസ്സിൽ, അതുകൊണ്ടാണ് ഈ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില സ്റ്റാൻഡേർഡുകളാണ്. ദൈവത്തിന്റെ വചനത്തെ ദുർബലമാക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിലേക്ക് നോക്കുക, കർത്താവ് ചെയ്ത ശുശ്രൂഷ അങ്ങനെയാണോ നോക്കുക, കർത്താവിന്റെ ജീവിതം നോക്കുക, ദൈവവചനം നോക്കുക. അങ്ങനെ നമ്മൾ ചെയ്യാതെ നമ്മളെ ബാക്കിയുള്ളവർ നമ്മളെ പരിഹസിച്ചിട്ട് അത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ചില ആൾക്കാർ ദൈവവചനപ്രകാരം അല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ആൾക്കാർ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭ്രാന്തുണ്ടെന്ന് പറയുന്നവരെ പോയി പിടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ കറക്റ്റ് ചെയ്യുക, ദൈവവചനപ്രകാരം ചെയ്യുക, ദൈവവചനപ്രകാരം ചെയ്യുക, അതിന്റെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ആ പ്ലംബ് ലൈൻ എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? പ്ലംബ് ലൈൻ എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുമാണ്. ഒരു ശുശ്രൂഷ ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ മാതൃക ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുത്തിയ മനുഷ്യനായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ വചനങ്ങളും എഴുതപ്പെട്ട സ്റ്റാൻഡേർഡുമാണ്. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് നമ്മളുടെ ബുദ്ധിയോ നമ്മുടെ പാരമ്പര്യങ്ങളോ നമ്മുടെ ട്രഡീഷനോ നമ്മൾ കണ്ടുവന്ന കാര്യങ്ങളോ അനുവദിച്ചാൽ ദൈവത്തിന്റെ ഗ്ലോറി അവിടെ ഉണ്ടാവുകയില്ല. ആൾക്കാർ നമ്മളെ ചിലപ്പോൾ കളിയാക്കിയെന്ന് വരും. ഞാൻ അതിന് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ബി കെയർഫുൾ. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, വിശ്വാസത്തിന്റെ നായകനും അതിന്റെ പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക, അവനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടമോടുക, നമ്മുടെ എല്ലാ ശുശ്രൂഷയും ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ഇമിറ്റേഷൻ അല്ലേ? ഇത് യേശുക്രിസ്തു ഒരു സ്റ്റാൻഡേർഡാണ്, പ്ലംബ് ലൈനാണ് അല്ലെ? പക്ഷെ ഒരു പ്ലംബ് ലൈൻ നോക്കിയിട്ട് നമുക്കതിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. പക്ഷെ എന്താണ് അതിന് വേണ്ടത്? നമുക്ക് ആ കാര്യത്തിലേക്ക് തന്നെ വരാം. ഞാൻ പെട്ടെന്ന് അധികം നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. സെഖര്യാവിന്റെ പ്രവചനം 4-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു വായിക്കാം. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി, നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിന്റെ തലയ്ക്കൽ കുടവും അതിന്മേൽ 7 വിളക്കും അതിന്റെ തലയ്ക്കലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലതുഭാഗത്ത് 1 ഇടത്തുഭാഗത്ത് 1 ഇങ്ങനെ 2 ഒലിവുമരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ, യജമാനനെ ഇത് എന്താകുന്നു എന്ന് ചോദിച്ചു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട്, ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞെന്തെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. അതിന് ഞാൻ അവനോട്, വിളക്ക് തണ്ടിന് ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള 2 ഒലിവുമരം എന്താകുന്നു എന്ന് ചോദിച്ചു. ഞാൻ 2-ാം പ്രാവശ്യം അവനോട്, പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊൻനിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവ് കൊമ്പ് എന്ത് എന്ന് ചോദിച്ചു. അവൻ എന്നോട്, ഇതെന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അതിന് അവൻ, ഇവൻ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് വിശദീകരിക്കാം. അതിനു മുമ്പ്, ദൈവം ദേവാലയം പണിയാനായിട്ടൊരു വ്യക്തി, നമ്മൾ ഈ വാക്യമൊക്കെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുക്കാറുണ്ട് അല്ലേ? സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ ഒരു സമഭൂമിയായിത്തീരും എന്നൊക്കെ പറയുന്നത് ദൈവം നമ്മളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെയൊക്കെ നിരത്തി സമഭൂമിയാക്കുന്നതാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ചിന്തിച്ചാലും കുഴപ്പമില്ല, ദൈവം നിങ്ങളുടെ അങ്ങനെ സംസാരിച്ചെങ്കിൽ. പക്ഷെ കോണ്ടെക്സ്റ്റ് അതല്ല. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവാലയം പണിയാനായിട്ടൊരു വ്യക്തി തയ്യാറായപ്പോൾ, ദൈവത്തിന്റെ ആലയം പണിയാനായിട്ട് ഒരു വ്യക്തി പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവം അവന്റെ മനസ്സ് ഉണർത്തി, ദൈവം അവൻ പണിയാനായിട്ട് തയ്യാറായ വ്യക്തിയുടെ മുമ്പിൽ അതിന് തടസ്സമായി വരുന്ന മഹാപർവ്വതം പോലെയുള്ള പ്രശ്നങ്ങളെ ദൈവം പറയുകയാണ്, നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ, ബട്ട് ബൈ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, എന്റെ ആത്മാവിനാൽ ഞാൻ ആ തടസ്സങ്ങളെ
സമഭൂമിയാക്കി തീർക്കും. എന്നിട്ട് പറയാണ്, നിന്റെ കൈകൊണ്ടാണ് നീ ഇതിന്റെ ആലയത്തിന്റെ അടിസ്ഥാന കല്ലിട്ടത്. നിന്റെ കൈകൊണ്ട് തന്നെ അവന്റെ അവസാനത്തെ ആണിക്കല്ലും നീ തന്നെ അത് തകർത്തുകയ്ക്കും. എന്നിട്ട് പറയാണ്, ആ കാര്യത്തെ ആരാണ്? ദൈവത്തിന്റെ ഗ്രേസ് കൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് സർവ്വലോകവും അറിയും. അതിന് തടസ്സമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ സമഭൂമിയാക്കി തീർക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യം മുമ്പിൽ വെച്ചുകൊണ്ട് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഹാൻഡിൽ ചെയ്യുന്നത് ദൈവമാണ്. ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ കയ്യിൽ കാര്യം ഏൽപ്പിച്ചു കൊടുക്കാം. ഗോഡ് വിൽ ടേക്ക് കെയർ. അല്ലാത്ത വ്യക്തികളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെയൊക്കെ സമഭൂമിയാക്കാനായിട്ടുള്ള ഉത്തരവാദിത്വമൊന്നും ദൈവത്തിനില്ല. ദൈവം ചെയ്താൽ നല്ലത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തിന്റെ ആലയം പണിയാനായിട്ട് നിൽക്കുന്ന യഥാർത്ഥത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ, ആ ചുരുക്കം ആൾക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ യുദ്ധത്തിൽ കാഴ്ച കാണാൻ വന്നവരല്ല. പലർക്കും സഭ ഒരു തിയേറ്റർ പോലെ. ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് ഞാനിങ്ങനെ ചോദിച്ചു, മീറ്റിങ്ങിനൊക്കെ കാണാറായില്ല. അന്നേരം അദ്ദേഹം പറഞ്ഞു, മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ സമയത്തിനൊന്നും വരാൻ പറ്റുന്നില്ല. പിന്നെ വരാൻ പറ്റാതെ ഇറഗുലറായിട്ട് വരുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കും, എന്താണ് ഇറഗുലറായിട്ട് വരുന്നത്, അതൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, ബ്രദറെ ഒരു കാര്യം ചെയ്യണം, ഇങ്ങനെയൊക്കെ എങ്ങനെ വേണേലും പോകാവുന്ന ഒരുപാട് കൂട്ടങ്ങൾ കുവൈറ്റിൽ തന്നെ ഉണ്ട്. എപ്പം വേണേലും വരാം, എപ്പം വേണേലും പോവാം, എങ്ങനെ വേണേലും ചെയ്യാം. ആരും ചോദിക്കാത്ത, ആരും പറയാത്ത അനേക സ്ഥലങ്ങളുണ്ട്. അതാണ് പറ്റിയ സ്ഥലം. പക്ഷെ യഥാർത്ഥത്തിലുള്ള ദൈവസഭയിലാണെങ്കിൽ അവിടെ കറക്ഷൻ ഉണ്ടാവും, അവിടെ കാര്യങ്ങൾ ചോദിക്കും, അവിടെ ചിലപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എക്സ്പോസ് ആകപ്പെടും. അവിടെ ഈ കാര്യങ്ങളുടെ മുമ്പിൽ റിയലായിട്ട് സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ബിൽഡ് ചെയ്യപ്പെടാൻ പറ്റത്തുള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞത്, ദൈവസഭ യഥാർത്ഥത്തിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് ദൈവം പറഞ്ഞിരിക്കുകയാണ്, നിന്റെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ സമഭൂമിയാക്കി തീർക്കും. എന്നിട്ട് പറയാണ്, ആ സർവ്വഭൂമിയിലും ഉടാടിച്ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, യഹോവയുടെ ദൂതൻ ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് ആ കാഴ്ച എന്ന് അറിയാമോ? അത് ഒന്ന് വിശദീകരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ട്, ഒരു തൂണ് പൊന്നുകൊണ്ടുള്ളത്. അതിന്റെ മുകളിൽ മുഴുവൻ പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ടും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും, അതിന്റെ തലയ്ക്കൽ ഒരു കുടം പോലെ ഒരെണ്ണം വെച്ചിരിക്കുകയാണ്. ഒരു തണ്ട്, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണം. ഒരു വിളക്ക് തണ്ട്, അതിന്റെ മുകളിൽ ഒരു കുടം അല്ലെ. ആ കുടത്തിൽ എന്താണ്? 7 വിളക്ക്, അതിന്റെ തുടങ്ങി അതിൽ 7 വിളക്ക് അല്ലെ. അന്നേരം 7 വിളക്കുകൾ അതിന്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. അത് പഴയ നിയമ ഇസ്രായേൽ സഭയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒറ്റ സഭയായിരുന്നു, ഒറ്റ കൂട്ടമായിരുന്നു. ഇന്ന് 7 സെപ്പറേറ്റ് വിളക്കുകളാണ്. നമ്മൾ വെളിപാട് ദിവസം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് വിളക്കുകളുടെ ഇടയ്ക്കൂടാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അന്നേരം ഒരു വിളക്ക് തണ്ട്, അതിന്റെ മുകളിൽ ഒരു കുടം, അതിന്റെ മുകളിൽ 7 വിളക്കുകൾ. അതിന്റെ തലയ്ക്കുള്ള 7 വിളക്കിനും എന്തുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 7 കുഴലുകളുണ്ട്. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്തത്, ആ കുടത്തിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും 2 കാര്യങ്ങളുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇത് 2 ഒലിവ് മരമാണ് നിൽക്കുന്നത്. ഈ ഒലിവ് മരത്തിൽ കൂടി എന്താ സംഭവിക്കുന്നത് അറിയാമോ? എന്താ സംഭവിക്കുന്നത്? ഈ ഒലിവ് മരം എന്തിനാ 2 സൈഡിൽ നിൽക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചു. അതെന്താ ചെയ്യുന്നതെന്നറിയാമോ? അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊന്നുനിറമായ എണ്ണ ഒഴുക്കുന്ന 2 ഒലിവ് കൊമ്പുണ്ടാകും. അന്നേരം 2 കാര്യങ്ങൾ, 2 ഒലിവ് മരങ്ങൾ നിന്നിട്ട് എന്താണ് അറിയാമോ? ഈ പൈപ്പിലേക്ക് എണ്ണ ഒഴുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അന്നേരം ആ ഒഴുക്കുന്ന എണ്ണയിലാണ് ഈ വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ആ 2 വിളക്കുകൾ എന്താണെന്ന്, 2 ഒലിവ് തൈകൾ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ദൈവത്തിന്റെ അനോയിന്റഡ് വൺസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ 2 പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണെന്നറിയാമോ? സെരുബ്ബാബേലിന്റെ കയ്യിൽ ഒരു തൂക്കുകട്ടയുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണോ പണിയുന്നത് എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് അവിടെ കാണുന്നത്. പക്ഷെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് പണിയാനായിട്ട് മനുഷ്യനൊക്കത്തില്ല. സ്റ്റാൻഡേർഡ് മാത്രം പോരാ. എന്ത് വേണമെന്നറിയാമോ? ദൈവത്തിന്റെ അനോയിന്റിംഗ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് പണി നടക്കത്തുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ലൈഫ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിൽ ജീവിച്ച 33 വർഷത്തെ ജീവിതം, യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രി, ദൈവവചനം എന്നുള്ളത് എന്താണെന്ന് അറിയാമോ? അത് പ്ലംബ് ലൈനാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. അത്
തൂക്കുകട്ടയാണ്. അതാണ് സ്റ്റാൻഡേർഡ്. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറപ്പെടാതെ അത് തന്നെ ചെയ്യണമെന്നാണ് യഥാർത്ഥത്തിൽ ദൈവാലയം പണിയുന്ന വ്യക്തികളുടെ ആഗ്രഹം ഉണ്ടാവേണ്ടത്. ഇതെല്ലാം പലർക്കും ആപ്ലിക്കബിളേ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പലരും അതിൽ താല്പര്യമുള്ളവരല്ല. പക്ഷെ താല്പര്യമുള്ളവർക്ക് പറയാണ്, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആലയം പണിയണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ സ്റ്റാൻഡേർഡ് യേശുക്രിസ്തുവും ദൈവവചനമാണ്. അതാണ് പ്ലംബ്. പക്ഷേ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ 33 വർഷത്തെ ജീവിതം ഒരു സ്റ്റാൻഡേർഡ് മാത്രമാണ് എങ്കിൽ എന്താണ് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ചെയ്യാനും ജീവിക്കാനും ദൈവസഭ പണിയപ്പെടാനുമായിട്ടും ദൈവം ചെയ്തിരിക്കുന്നത്? അതും യേശുക്രിസ്തുവിന്റെ ലൈഫ് തന്നെയാണ്. അതേത് ലൈഫാണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ ഇമ്പാർട്ടഡ് ലൈഫാണ് നമ്മളെ യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാനും യേശുക്രിസ്തുവിനെ പോലെ തന്നെ ദൈവസഭ പണിയപ്പെടാനും ശക്തീകരിക്കുന്നത്. അന്നേരം അതുകൊണ്ടാണ് സെരുബാബേലിന്റെ അടുത്ത് പറഞ്ഞത്, സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ഇറ്റ് ഈസ് ബൈ മൈ സ്പിരിറ്റ്. അന്നേരം ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം ഒരു സ്റ്റാൻഡേർഡ് മാത്രമാണ്, ഒരു പ്ലംബ് ലൈൻ മാത്രമാണ്. ദൈവവചനം ഒരു സ്റ്റാൻഡേർഡ് മാത്രമാണ്. എന്നാൽ ആ ദൈവവചനപ്രകാരം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി, ദൈവവചനപ്രകാരം ദൈവസഭ പണിയാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ഈ സ്റ്റാൻഡേർഡ് കാണുമ്പോൾ അത് ചെയ്യാനായിട്ടുള്ള ശക്തിയില്ല. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ദൈവസഭ ബിൽഡ് ചെയ്യാനായിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് കഴിയത്തുമില്ല. അപ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത്? ദൈവം പറയാണ്, ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ജീവൻ തന്നെ അവനിലേക്ക് പമ്പ് ചെയ്തിട്ട് അവനെ കൊണ്ട് ദൈവത്തിന്റെ സഭ പണിയുകയാണ് ചെയ്തത്. അതായത് ആരെ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്? ദൈവം. അതാണ് പറഞ്ഞത്, 2 അഭിഷിക്തന്മാർ 2 സൈഡിൽ നിന്നിട്ട് അവരെന്താണ് ചെയ്യുന്നറിയാമോ? അവർ ഈ ആലയത്തിലെ ഈ വിളക്ക് തണ്ടിലേക്ക് ഓയിൽ ഒഴുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അന്നേരം ദൈവസഭയിൽ ഒരാൾ വരുന്നത് എന്തിനാണെന്നറിയാമോ? ശരിക്കും ദൈവവചനം കർത്താവിന്റെ പണി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ദൈവസഭയിൽ വരുന്നത് റിസീവ് ചെയ്യാനായിട്ടല്ല. എന്താണ് ഈ 2 ഒലിവ് തണ്ടുകളുടെ പ്രത്യേകത, ഒലിവ് മരങ്ങളുടെ പ്രത്യേകത? അവര് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഇതിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവർക്ക് എവിടുന്ന ഈ ഓയിൽ കിട്ടുന്നത്? അവിടെ പറയാണ്, അവർ ദൈവത്തിന്റെ അനോയിന്റഡ് വൺസ് ആണ്. ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്തിട്ട് അവര് ദൈവസഭയെ എന്താണ് ചെയ്തിരിക്കുന്നത്? ദൈവവചനപ്രകാരം ബിൽഡ് ചെയ്യാനായിട്ട് അവരെ എക്വിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ദൈവത്തിന്റെ സഭയിൽ നടക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇത് ആരെ കൊണ്ടാണ് നടക്കുന്നത്? ദൈവത്തിന്റെ കണ്ണ് നോക്കുകയാണ്. എന്താണ്? യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാണെന്ന് കാണിക്കുവാൻ ഭൂമിയിലെല്ലാവരും ഓടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിലെല്ലാവരും ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ചില വ്യക്തികൾ എന്താണെന്ന് അറിയാം, അവരുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ദൈവം കാണുന്നു. അവിടെ ദിനവൃത്താന്ത പുസ്തകത്തിലെ ആ വാക്യമാണെങ്കിൽ നമുക്ക് 100 വായിക്കാം. നമ്മൾ പലപ്പോഴും വായിക്കുന്ന വാക്യമാണ്. 2 ക്രോണിക്കൽസ് അതിന് 16-ാമത്തെ അധ്യായമല്ലേ? 2 ദിനവൃത്താന്തം എത്രാമത്തെ വാക്യം അത്? 16:9. യഹോവയുടെ കണ്ണ്, ഇത് കോണ്ടക്സ്റ്റ് വേറെയാണ്. അവിടെ പറയാണ്, യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഉടാടി സഞ്ചരിക്കുന്നത്. ഫോർ ദ ഐസ് ഓഫ് ദ ലോർഡ് മൂവ് to and throughout the whole earth, that he may strongly support those whose heart is completely turned to him. നേരെ ദൈവം നോക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ, നമ്മൾ ഒരു പാത്രത്തില് വെള്ളം ഒഴിക്കണമെന്ന് വെച്ചു. എങ്ങനെയുള്ള വെള്ളം ഒഴിക്കുന്നത്? എങ്ങനെ പാത്രത്തിലോട്ടോ ഒഴിക്കുന്നത്? ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോകും? അതിന്റെ പുറത്തൂടെ പോകും. അതേസമയം ഇത്രയും ചരിഞ്ഞിരിക്കുന്ന പാത്രത്തിൽ ഒഴിച്ചാലോ അതും വെളിയിലേക്ക് പോകും. പക്ഷെ നേരെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ എന്താ പറയുക? ദൈവം അവരുടെ ഉള്ളിൽ നിറച്ചിട്ട് അവരിൽ കൂടി ദൈവസഭയെ ബ്ലെസ് ചെയ്യും. നേരെ ദൈവസഭയിൽ വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന തിയേറ്ററിൽ വരുന്ന പോലെ കാഴ്ച കാണാനായിട്ടല്ല, പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടല്ല, തിയേറ്ററിൽ പോകുന്ന പോലെ എപ്പോഴെങ്കിലും വന്ന് എപ്പോഴെങ്കിലും പോകുന്ന കാര്യമല്ല ദൈവസഭ. മഴയുണ്ടോ വെയിലുണ്ടോ നോക്കിയിട്ട് അവരുടെ സൗകര്യം പോലെ കാര്യങ്ങളെ ചെയ്യുന്നതല്ല ദൈവസഭയിലെ കാര്യം. അവിടെ ദൈവം നോക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന എത്ര പേരുണ്ട്, ആ വ്യക്തികൾ എത്ര പേരാണ്. അവിടെ എത്ര പേരാണോ ഇരിക്കുക? അവിടെ 2 പേരേ ഉള്ളൂ. 2, 3, 4 എത്ര പേരാണെന്നുള്ള വിഷയമല്ല. അവര് ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ ദൈവം ചെയ്യുന്നറിയാമോ? അവരുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ഓയിലിനെ ഒഴിക്കുന്നു. ആ ഓയില് ആ വിളക്ക് ആ കുഴലിൽ കൂടി ആ തണ്ടിലേക്ക് വന്നിട്ട് അതിനെ കത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആലയം ബിൽഡ് ചെയ്യാനായിട്ട് 2 കാര്യങ്ങൾ വേണം. ദൈവവചനപ്രകാരം ജീവിക്കാനായിട്ടും 2 കാര്യങ്ങൾ വേണം. ഒന്ന് ദൈവത്തിന്റെ പ്ലംബ് ലൈൻ, ഒന്ന് ദൈവത്തിന്റെ പ്രമാണം.
പ്രമാണം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ ജീവിതം എന്ന സ്റ്റാൻഡേർഡ്. അതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം ജീവിക്കാൻ ആഗ്രഹമുണ്ട്. സീരിയസ് ആയിട്ടുള്ളവരടുത്ത് പറയാണ്, അവര് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ കർത്താവിന്റെ സ്റ്റാൻഡേർഡിലേക്ക് നോക്കും, ദൈവവചനത്തിലേക്ക് നോക്കും. അതാണ് നമ്മളെ യഥാർത്ഥത്തിൽ നടക്കേണ്ട സ്റ്റാൻഡേർഡും പ്ലംലൈനും. പക്ഷെ അത് നടക്കാനായിട്ട് ശക്തിയില്ലാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ കർത്താവിങ്കിലേക്ക് തിരിയും. കർത്താവിങ്കിലേക്ക് പൂർണ്ണ ഹൃദയത്തോട് തിരിയുമ്പോൾ കർത്താവിന്റെ ഈ ഭൂമിയിൽ ജീവിച്ച യേശുക്രിസ്തുവിന്റെ ജീവിതം, ലൈഫ് തന്നെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് പകർന്നിട്ട് അവനെ കൊണ്ട് ദൈവത്തിന്റെ പണി ചെയ്യിക്കും. പക്ഷെ ഇതിൽ എന്താണ് ദൈവത്തിന് ആഗ്രഹമുള്ളത്? ദൈവത്തിനെ നോക്കുന്നത് ദൈവം പണി ചെയ്യാൻ ശക്തിയുള്ള ആൾക്കാരെ അല്ല, കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ അല്ല, കുലീനന്മാരെ അല്ല, മിടുക്കന്മാരെ അല്ല, കഴിവുള്ളവരെ അല്ല. ദൈവം നോക്കുന്നത് കഴിവുകെട്ടവരെയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നത്, ഏതുമില്ല എന്ന് സംഭവിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന വ്യക്തികളെ. മോശയെ പോലെ ഐ ആം നത്തിങ് എന്ന് പറഞ്ഞ ദൈവത്തിലേക്ക് ഒരു വ്യക്തി തിരിയുമ്പോൾ ആ വ്യക്തി പറയാണ്, എന്റെ പ്ലാനുകളും പദ്ധതികളും ഒന്നും അല്ല ദൈവസഭ ബിൽഡ് ചെയ്യാനായിട്ടുള്ളത്, ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന ഈ സ്റ്റാൻഡേർഡുകളൊന്നും അല്ല, ഞാൻ ഈ കണ്ടുവന്നിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ദൈവവചനമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുമ്പോൾ, അത് ചെയ്യാനായിട്ട് ഒരു വ്യക്തി ഹൃദയപൂർവ്വം തീരുമാനിക്കുമ്പോൾ, അവൻ ഏതുമില്ല എന്ന് പറഞ്ഞ് കർത്താവിലേക്ക് തിരിയുമ്പോൾ, ആ വ്യക്തികൾ എത്ര പേരാണെങ്കിലും അവരിൽ കൂടി യേശുക്രിസ്തുവിന്റെ ജീവൻ ഒഴുക്കിയിട്ട് കർത്താവ് പറയാണ്, കർത്താവ് അവരെ കൊണ്ട് ദൈവത്തിന്റെ സഭ പണിയിക്കുന്നത്. അങ്ങനെ പണിയപ്പെടുന്ന സഭ എന്തായിരിക്കുന്നത് പറയുമോ? കർത്താവ് പറയാണ്, ഈ ആലയത്തിന്റെ മഹത്വം മുമ്പത്തേതിലും മഹത്വമായിരിക്കും. അതിൽ ഹഗായിൽ നമ്മൾ വായിച്ചത്, ഹഗായിൽ പറയാണ്, ഈ ആലയത്തിന്റെ മഹത്വം മുമ്പത്തേതിലും മഹത്വമുള്ളതാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. 9ാമത്തെ വാക്യം, ഈ ആലയത്തിന്റെ മഹത്വം. ഹഗായി പ്രവചനം 2-ാമത്തെ 9ാമത്തെ വാക്യം. ഈ ആലയത്തിന്റെ മഹത്വം അവിടെ പറയാണ്, ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളെയും മനോഹരവസ്ഥയും ചെയ്യും, ഞാൻ ഈ ആലയത്തിനെ മഹത്വപൂർവ്വമാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ ആലയത്തിന്റെ മഹത്വം ഞാൻ മുമ്പിലത്തേതിലും വലുതാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യും. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം പകരും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം പക്ഷെ നോക്കുന്ന എത്ര പേരാണെന്ന് അറിയാമോ? ദൈവം നോക്കുന്നത് ഒരു 30,000 പേരെ കൊണ്ട് ദൈവം പണിയിക്കാനായിട്ട് ദൈവം നോക്കുന്നില്ല. ദൈവം 10,000 ആൾക്കാരെ കൊണ്ടും ദൈവം പണിയേക്കാനായിട്ട് നോക്കുന്നില്ല. ദൈവം നോക്കുന്നത് സീരിയസ് ആയിട്ടുള്ള 300 പേര്. ദൈവം അവർക്ക് കഴിവുണ്ടായിട്ടല്ല ദൈവം അവരെ കൊണ്ട് ഉപയോഗിച്ചത്, പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാമോ? അവർ ദൈവഹിതം ചെയ്യാന്നുള്ളതായിരുന്നു. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷെ ദൈവത്തിന്റെ പണിയിൽ അതിൽ 0 ആയിരിക്കും. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നെ കൂടാതെ നിങ്ങൾക്ക് യു ക്യാൻ ഡു നത്തിങ്. യു ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്സ്, ബട്ട് എവറിത്തിങ് വിൽ കൗണ്ടഡ് as 0. കാര്യം എന്താണ്? കർത്താവിന്റെ ജീവനിൽ ഒഴുകിയിട്ടല്ല അതൊന്നും ചെയ്യുന്നത്. കർത്താവിന്റെ ഓയില് ഒഴിക്കപ്പെട്ടിട്ട് ചെയ്യുന്ന പണിയല്ല അതൊന്നും. അതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആൾക്കാർ പറയും. എന്നാൽ ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കൂട്ടമാണെങ്കിലും ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ കൂട്ടത്തിലേക്ക് കർത്താവ് പറയാണ്, അവരെന്നിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. കർത്താവിന്റെ ജീവൻ അവരിൽ കൂടി ഒഴുകുകയും ദൈവസഭ ദൈവവചനപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ പണിയപ്പെടുകയും ചെയ്യും. അത് വലിയ കൂട്ടമാവണമെന്നില്ല, 2-3 പേരുണ്ടെങ്കിലും ദൈവം അവരെ കൊണ്ട് ദൈവത്തിന് പണി ചെയ്യും. ദൈവം നമ്മളെ സഹായിക്കും.